വെട്ടിച്ചിറ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയാട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഇവിടെ ഒരു താത്ത ഞങ്ങൾക്ക് ഫുഡ് വിളമ്പി തരുന്നതിൻ്റെ നൈസായിട്ട് പാട്ടൊക്കെ പാടുന്ന കേട്ടോ. കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനീ എൻ്റെ. അപ്പോൾ ഞങ്ങൾ 2-3 വട്ടം മൂളിപ്പാട്ട് പാടുന്നുണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചാണ് താത്തയ്ക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടോ, പാട്ട് പാടുമോ എന്നുള്ളത്. അപ്പോൾ താത്ത ഇല്ലയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ താത്തയ്ക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. താത്ത ഒരു ബിസിനസ് ഓണറാണ്, ഒരു ഹോട്ടലിൻ്റെ ഉടമയാണ്. 10 പൈസ ഇല്ലാതെ ഇറങ്ങിയ ആളാണ് ഞാൻ. ഒരു 100 രൂപ നമ്മളെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഞാൻ എന്തിന് ചെലവഴിച്ചു? അതാണ് ചെലവഴിക്കുന്നിടത്താണ് പൈസയുടെ എല്ലാ വിലയും കിടക്കുന്നത്. ഒരു പെൺകുട്ടി ഒരു ഉദ്ദേശം ഇറങ്ങി പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ സപ്പോർട്ട് കിട്ടേണ്ടത് രക്ഷിതാക്കളിൽ നിന്നാണ്. അവരുടെ നല്ലൊരു സപ്പോർട്ട് വേണം. ഉമ്മയുടെ കുട്ടി അത് ചെയ്തോ, ഞാനുണ്ട് എൻ്റെ കൂടെ എന്ന് പറയുന്ന ഒരു രക്ഷിതാവ് ഉണ്ടെങ്കിൽ അവർ വിജയിക്കും. പിന്നെ ഒരു കുട്ടി, ഒരു പെൺകുട്ടിയായാലും ഒരു ആൺകുട്ടിയായാലും സ്നേഹത്തോടെ മാത്രമാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടത്. അവരുടെ നമ്മളെ വീട്ടിലായാലും ശരി പുറത്തേക്കായാലും ശരി പല കണ്ണുകളും അവരുടെ നേരക്ക് വരുമ്പോൾ ഞങ്ങളുണ്ട് എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ മെയിൻ ഉദ്ദേശം. പിന്നെ സംശയിക്കാതിരിക്കുക ഏറ്റവും ബെറ്ററായ ഒരു കാര്യം. ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ഒരിക്കലും ഭർത്താവ് ഭാര്യയെയോ ഭാര്യ ഭർത്താവിനെയോ സംശയിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ഒരിക്കലും അവിടെ വിജയമില്ല. പുറത്തേക്ക് ഇറങ്ങാൻ അയക്കാത്തൊരു ഫാമിലി, അവർ എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തേക്ക് ഒന്ന് കടന്നാൽ ഇപ്പുറത്തേക്ക് കടന്നാലൊക്കെ അവളങ്ങനെയാണ് ഇവളിങ്ങനെയാണ് ആ കുറ്റങ്ങൾ കേട്ടിട്ട് അവരെ ഇട്ട് പൈ ചാരാതെ അവളുടെ ഇഷ്ടത്തിന് അവളെ വിടുകയാണെങ്കിൽ അവർ വിജയിക്കും. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ നമ്മളെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഞാൻ എന്തിന് ചെലവഴിച്ചു എന്നാൽ നല്ലൊരു ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പൈസ എങ്ങനെയാണോ ഞാൻ ചെലവഴിച്ചത് എന്നുള്ള നല്ലൊരു റണ്ണിങ് കിട്ടും. അപ്പം തന്നെ നമുക്കതൊരു പിന്നെ നാളെ നമ്മൾ അത്ര ചെലവഴിക്കൂല. അതാണ് ചെലവഴിക്കുന്നിടത്താണ് പൈസയുടെ എല്ലാ വിലയും കിടക്കുന്നത്. നമ്മൾ പൈസ ചെലവഴിക്കുമ്പോൾ 100 രൂപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ 100 രൂപ ഇന്ന ലെവലിലൊക്കെ പോയി ഒരു സന്തോഷമാണ്. നമ്മളെ വീടിൻ്റെ ആവശ്യത്തിന് നമ്മളെ മക്കളെ ആവശ്യത്തിന് ഒക്കെ നമ്മൾ ചെലവഴിക്കുമ്പോൾ 10 പൈസ ഇല്ലാതെ ഇറങ്ങിയ ആളാണ് ഞാൻ. എന്നാൽ നല്ല ഹാപ്പിയായി ഞാൻ ജീവിക്കുന്നുണ്ട്. നല്ല സുഖമായിട്ട് 5:30 വന്ന് എൻ്റെ സ്ഥാപനം തുറക്കണ്. 9 മണി വരെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യും. അത് ഒരു ഭാരമായിട്ട് ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം വീട് പോലെ ഞാൻ എൻ്റെ സ്ഥാപനം കൊണ്ട് നടക്കുന്നതുകൊണ്ട് വളരെ സന്തോഷം. ഇതിൻ്റെ ഇടയിൽ താത്ത ഒരു സ്വന്തം കഴിവ് മറച്ചു വെച്ചിട്ടുണ്ട്. കൂടുതൽ അതാണ് ഞാൻ പറഞ്ഞത്. സ്കൂൾ ടൈമിനൊക്കെ നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയില്ല, അതാണ് നഷ്ടപ്പെട്ടു പോയത്. അതല്ല പിന്നെ മദ്രസയായിരുന്നു പുരോഗമനം വരുത്തേണ്ടത്, സ്കൂളല്ല എന്നുള്ളൊരു രീതിയിൽ പോയി. പക്ഷെ ആ സപ്പോർട്ടൊക്കെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. പാട്ടിപ്പോൾ പാടാൻ എന്താ വെച്ചാൽ പല അവസരങ്ങളും കിട്ടിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ കീഴിൽ ഇഷ്ടം പോലെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് ടൂറ് പോയിട്ടുണ്ട്. പാട്ട് കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനീ എൻ്റെ. കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ.